എല്ലാ കറികൾക്കും തോരനും നമ്മൾ പച്ചമുളക് ചേർക്കുവേ. അച്ചാറിന് ചേർക്കും, കറിക്ക് ചേർക്കും, തോരന് ചേർക്കും, എല്ലാത്തിനും ചേർക്കും. പക്ഷേ ഈ പച്ചമുളക് നമ്മൾ അച്ചാറിട്ട് കൂട്ടിയിട്ടുണ്ടോ? ഇന്ന് ഞാൻ കുറച്ച് പച്ചമുളക് അച്ചാറിട്ട് വെക്കാൻ പോവുക. കഴിഞ്ഞ ദിവസം കാന്താരി ഇട്ട് കാണിച്ചു. അതുപോലെ ഈ കാന്താരി എന്നല്ലേ പറയേണ്ടത്, കാന്താരി എന്നാണോ പറയുന്നത്? എനിക്കറിയത്തില്ല. എല്ലാത്തിനും ഇങ്ങനെ ഓരോരുത്തരെ സ്പെല്ലിങ് പറഞ്ഞാൽ അങ്ങനെ. കറിവേപ്പില നമ്മൾ പക്ഷേ സംസാരിക്കുമ്പോൾ കറിവേപ്പില എന്ന് പറയുമോ, കരിയാപ്പില എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ കാന്താരി എന്ന് പറയും. കാന്താരി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാന്താരി എന്ന് പറഞ്ഞു, കാന്താരി അങ്ങനെ എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. ഇനി ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയുന്നു. ഇനി നമുക്കതിന് വേണ്ടിയിട്ടേ ഞാനിപ്പോൾ ഒരു 100-150 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ പച്ചമുളക്. അതിൻ്റെ ഇങ്ങനെ പിടിക്കാതെ ഇതിൻ്റെ സൈഡ് മാത്രം നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇതുണ്ടോ, കത്തി വെച്ചത് ഇതിൻ്റെ നടുക്ക് ഇത്രയൊന്ന് ശരിയാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ശരിയാക്കുമ്പോഴത്തേന് ബാക്കിയോട് പറയാതെ. അതിനാവശ്യമായിട്ട് നല്ലെണ്ണയ്ക്കകത്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ കടുക്, സാധാരണ അച്ചാറുണ്ടാക്കുന്നത് തന്നെ. ഉലുവ, മുഴുവൻ ഉലുവയാണ്. പിന്നെ അതിന് നമുക്ക് വേണ്ടിയത് ചുമന്ന ഉള്ളിയാണ്. ചുമന്ന ഉള്ളി ചെറിയതാണെങ്കിൽ കഷ്ണിക്കേണ്ട, ഇച്ചിരി മുഴുത്ത ഉള്ളിയാണെങ്കിൽ രണ്ടായിട്ടൊന്ന് കഷ്ണിച്ചെടുക്കണം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഇത്രയും സാധനമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി വെക്കട്ടെ. ഇതിനകത്തോട്ട് ഉപ്പ് കരിവൊക്കെ ഒന്ന് പിടിക്കണ്ടേ. എണ്ണ ചൂടാൻ ഇച്ചിരി കടുക് ഇടട്ടെ. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ് ഇച്ചിരി തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ച് മുഴുവൻ ഉലുവയാണ് ഇതിനാവശ്യമേ. അതിൻ്റെ ഒരു ടേസ്റ്റ് നിൽക്കുന്ന മുഴുവൻ ഉലുവ. ഉലുവപ്പൊടിച്ചത് നമ്മൾ ഇടുന്നുണ്ട്. പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി ഇടും. നല്ലെണ്ണയായത് നല്ല ടേസ്റ്റ് കേട്ടോ. ഈ വേറെ എണ്ണയൊക്കെ ചേർത്താൽ ആ അച്ചാറിന് വേറൊരു രുചിയായിരുന്നു. നല്ലെണ്ണ. വെളുത്തുള്ളി ഇട്ടു. ഇനി ചുമന്നുള്ളി ഇടുക. ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ ഇത് വലിയ ഇഷ്ടമായിരിക്കും. എന്നിട്ട് അവിടെ എന്നതാണ് ഒരു എരിവുള്ള കറികളൊന്നും ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ അച്ചാറിട്ട് കൊടുത്തു വിടുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ പച്ചമുളക് ഇങ്ങനെ അറ്റം, ഇതിൻ്റെ ഞെടുപ്പൊന്നും കളയണ്ട കേട്ടോ. ഇങ്ങനെ അറ്റം കീറി വെച്ചിരിക്കുക. ഞെടുപ്പൊന്നും കളയണ്ട, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇതൊന്നൊക്കെ വഴന്ന് കഴിയുമ്പോൾ ഞാൻ ഈ പച്ചമുളകും കൂടി ഇങ്ങോട്ട് ഇടുക. ഇനി തീ കൂട്ടി വെക്കണേ. ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കണം. നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. പച്ചമുളകിൻ്റെയൊക്കെ നിറം മാറി. അപ്പോൾ പിന്നെ ഇനി അടുത്ത് ചേർക്കാനുള്ളത് മഞ്ഞൾ പൊടിയാണ്. തുള്ളി മഞ്ഞൾ പൊടി ചേർക്കണം. എല്ലാത്തിനും മഞ്ഞൾ പൊടി നമുക്ക് ആവശ്യമാണല്ലോ. ഇത്തിരി കളറൊന്നും വേണ്ട, ഒരു ശകലം മഞ്ഞൾ പൊടി. എൻ്റെ സുഹൃത്ത് തന്ന പാത്രങ്ങളൊക്കെ കണ്ടല്ലോ ലൈനായിട്ടിരിക്കുന്നത്. നല്ലതല്ലേ, എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കാൻ എളുപ്പമുണ്ടല്ലോ നമുക്ക്. ക്രിസ്മസിന് എൻ്റെ സുഹൃത്ത് കൊണ്ട് തന്ന പാത്രമാണ്. എല്ലാ സാധനങ്ങളും ഇട്ട് വെച്ച് എളുപ്പമുണ്ട് എടുക്കാനൊക്കെ. ഇതൊന്ന് ഇളക്കി ആവശ്യമാണ് ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോൾ വഴലാൻ എളുപ്പമുണ്ട്. അച്ചാർ നമ്മൾ സാധാരണ അച്ചാർ വെക്കുന്ന പോലെ തന്നെ പച്ചമുളക് മുഴുവന്. പണ്ട് ആരണ്ട് പറയത്തില്ല, എല്ലാ കഷായത്തിനും കുറുന്തോട്ടി ചേരുന്നതാണ്. പക്ഷെ കുറുന്തോട്ടിക്ക് വാദം വന്നാൽ എന്നാ ചെയ്യുമെന്ന് എല്ലാവരും ചോദിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാ കറിക്കും നമ്മൾ പച്ചമുളക് ചേർക്കണം. പച്ചമുളകിനെ നമ്മൾ അച്ചാറിടുക എന്ന് പറഞ്ഞാൽ എന്തോ അല്ലേ. ഇങ്ങനൊരു അച്ചാർ കൂട്ടണം, വളരെ ടേസ്റ്റാണ്. ചോറൊക്കെ ഉണ്ടുമ്പോൾ നമുക്ക് ഈ ഒരു മുളക് അങ്ങോട്ട് എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. നല്ല മണമാണ് ഇത് അച്ചാറായി കഴിയുമ്പോഴത്തേന്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വഴന്നിട്ട് ഞാനൊരു ചെറിയ പാത്രം വെച്ച് ഇതൊന്ന് അടച്ചു വെക്കട്ടെ. അപ്പോൾ മരുന്ന് ചെയ്യാം ബാക്കി. അപ്പോൾ എൻ്റെ പച്ചമുളക് അച്ചാർ റെഡിയായി. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. അച്ചാറുകൾക്കൊക്കെ പ്രധാനമാണ് വിനാഗിരി അല്ലെങ്കിൽ വിനീഗർ എന്ന് പറയും. ചിലർ പറയും വിനാഗിരി ദോഷമാണ്. വിനാഗിരി ദോഷമാണെങ്കിൽ എല്ലാം ദോഷമാണ്. വിനാഗിരി ചേർക്കാത്ത അച്ചാർ എവിടെ ഉള്ളത്? ഒരു ശകലം നമ്മൾ ഒഴിക്കുക. അളവ് പറയാൻ പറ്റത്തില്ല, ചെറിയ സ്പൂണാണല്ലോ. ഒരു രണ്ട് നമ്മൾ എടുക്കുന്ന ആ പച്ചമുളകിൻ്റെ അനുസരിച്ച് എടുക്കുക. എന്നിട്ട് ആ വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു ചില്ല് കുപ്പിക്കകത്ത് കോരിയിടുക. ഇപ്പോൾ തന്നെ ഒരു മണം അടിച്ചിട്ട് ചോറുണ്ണാൻ തോന്നുന്നു. നല്ല ഒരു
മണവും നല്ലൊരു ടേസ്റ്റും ആ ഉലുവായും ആ ഉള്ളിയും ചുമന്നുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേരുന്നത് നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു മണമാണ്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ലൈക്ക് ചെയ്യണം, അഭിപ്രായം പറയണം. ഞാൻ എപ്പോഴും പറയുന്നില്ല, എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് മൈ കിച്ചൺ, അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.